ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എവിടെ മക്കളെ എല്ലാവർക്കും സുഖമായിരിക്കൂലേ? ഇവിടെ എനിക്കും എൻ്റെ മക്കൾക്കും സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരുന്നത്. അപ്പം രാവിലെ നാശ്തയ്ക്ക് ഇന്ന് പൂരിയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് എന്നുള്ളൂ, കാര്യപ്പെട്ടിട്ടൊന്നും ഇതിലില്ല. ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങളോട് അങ്ങനെ വാക്ക് പറയുമ്പോൾ അങ്ങനെ എടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ് പറയണത്. വീഡിയോ ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുക. അങ്ങനെ പിന്നെ ഈ ചപ്പ് നിങ്ങൾക്ക് അറിയോ മക്കളെ? നമ്മളിവിടെ എല്ലാവർക്കും അല്ല കേട്ടോ ഒരുമാതിരി, നമ്മൾ ഈ കൊടകരയിലവർക്ക് പ്രത്യേകിച്ചിട്ടും അറിയും. പുറത്ത് ആരെങ്കിലും അറിയാത്തവരോടാട്ടോ ഞാൻ ചോദിക്കണം. നമ്മൾ ഇതിനിവിടെ പാലക്കച്ചപ്പ് എന്ന് പറയും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പരിപ്പിലിട്ട് വെച്ചാൽ നമ്മൾ പരിപ്പും മുരിങ്ങയും പരിപ്പും ചീരയൊക്കെ വെക്കൂലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. പാലക്ക എന്നാണ് ഇതിന് പറയുക, പാലക്കച്ചപ്പ് എന്നാണ് പറയുക. ഈ ദാലൊക്കെ വെക്കുമ്പോൾ പ്രധാനമുള്ള സാധനമാണ്. അങ്ങനെ തന്നെ ഞാൻ എന്താക്കി അതായിരുന്നു കേട്ടോ ഇന്ന് ഉച്ചക്കൽക്ക് നാശ്തക്ക് രാത്രിക്കത്തെ കുറച്ച് മീനിൻ്റെ കറി ഉണ്ടായിനു. അപ്പോൾ പിന്നെ ഇത് ഉച്ചക്കൽക്കാണ് കേട്ടോ ആക്കിയത് ഞാൻ. അങ്ങനെ പിന്നെ ആ പരിപ്പിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും തക്കാളിയും ഉള്ളിയും മുറിച്ചിട്ടിട്ട് അടുപ്പത്ത് എളുപ്പം ഉണ്ടാക്കുക കേട്ടോ. ഈ ചപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ പരിപ്പ് താളിക്കുന്നതിലേക്ക് ദാല് വെക്കുന്നതിലേക്ക് ഇതെടുത്തിടുക നന്നാക്കി അവിടെ വെച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ അറിയായിട്ടല്ല, എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ വെച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെയൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയുമല്ലോ, എന്നാലും അറിയാത്തവരാരെങ്കിലും ഒരാളെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കത് കാണുകയോ ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ. അങ്ങനെ പരിപ്പ് നല്ലോണം വെന്തതിൻ്റെ ശേഷം ഉണ്ടാക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പിൻ്റെ ഒപ്പം ഇപ്പോൾ ചപ്പിട് ചെയ്തിട്ടോ 2 തള മതി മക്കളെ ഇതൊന്ന് വേകാൻ. അങ്ങനെ ഈ ചപ്പ് ഇതിലേക്ക് കൈയിടുക കേട്ടോ. നമ്മൾ പരിപ്പും ചീരയും വെക്കൂലേ അതുപോലെ തന്നെയാണ് കേട്ടോ. പരിപ്പും മുരിങ്ങയും വെക്കൂലേ അതേപോലത്തൊക്കെ തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ കറി ഇതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് വെന്തതിൻ്റെ ശേഷം ഇതൊഴിക്കുക കേട്ടോ. തേങ്ങയും ഉള്ളിയും ജീരകവും കൂടി അരച്ചത് ഇതിലേക്ക് അങ്ങ് പാർന്ന് കടുക് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കും. ഞാനല്ലേ അധികവും പിന്നെ തേങ്ങ അരച്ച കറി വെക്കുന്നതിലേക്ക് കടുക് വറുത്തേക്കൽ കുറവാണ് കേട്ടോ. അല്ലാതെ ഞാൻ അങ്ങനെ ഇതാക്കല്. എന്താ തേങ്ങ തന്നെ പെണ്ണൻ്റെതല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒഴിക്കും എന്നല്ലാണ്ട് എന്നാലും സ്ഥിരമായിട്ട് അങ്ങനെ ഒഴിക്കുന്നില്ല. അത് കറിയൊക്കെ ഉച്ചക്കൽക്ക് ഉണ്ടാക്കി വെച്ചിട്ട് എന്താക്കി പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പൂച്ചെടീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല മിനിഞ്ഞാന്ന്. അങ്ങനെ അതിലേക്ക് പിന്നെ മണ്ണ് നിറക്കാനും അത് സെറ്റാക്കാനും ഒക്കെ പോയിട്ടോ. പിന്നെ അതിലൊക്കെ എന്താക്കി കുറച്ച് മണ്ണ് നിറച്ച് 2-3 ചട്ടി കാലിയുണ്ട്. അപ്പോൾ അത് പിന്നെ എന്താക്കി അവിടെ തിണ്ടുമാടെ കയറ്റി വെച്ചിട്ടോ. അതിന് ഏതെങ്കിലും ചെടി കിട്ടുന്ന സമയത്ത് വെക്കാമെന്നും പറഞ്ഞിട്ട് ആ ചെടി അപ്പോൾ നോക്കാം എൻ്റെ ചെറിയ മോളെ പണിയത് എന്തോ ഒരു വള്ളിച്ചെടി കൊടുന്നിട്ട് മണ്ണ് നിറച്ചതിൽ കൊടുന്നിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. അത് എടുത്ത് വലിച്ചാടിയതാണ്. അത് കാട് പോലെ പിടിക്കുന്ന സാധനമാണത്. അങ്ങനെയൊന്നും പെരൻ്റെ ഉമ്മരത്ത് എനിക്ക് വെക്കണ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി ആ മണ്ണെല്ലാം നല്ല പൊടിയേനല്ല മണ്ണാണ്. അത് പിന്നെ അവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ എവിടുന്നെങ്കിൽ ചെടി കിട്ടുന്ന സമയത്ത് 3-4 ചട്ടിഞ്ഞുണ്ട്. കിട്ടുന്ന സമയത്ത് അതിക്ക് മണ്ണ് നിറച്ചതിൽ കുത്തി കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ പിന്നെ ഇതൊക്കെ ഇവിടെ വെച്ച് മക്കൾ വെച്ചിട്ടാൽ മതി മക്കളെ. ഈ റോട്ടിൽ കൂടി പോകുന്ന മക്കളില്ലേ ചിലപ്പോൾ വലിച്ചങ്ങ് ചാടും. അങ്ങനെ പിന്നെ എല്ലാം സിറ്റ് ഔട്ടിലോട്ട് കൊടുന്ന് വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.